ഡിസ്ക്ലൈമർ ആയിട്ടൊരു കാര്യം പറയട്ടെ ഗൈസ്, ഈ വീഡിയോയ്ക്ക് ഇൻട്രോ ഇല്ല. ഇൻട്രോ എടുക്കാൻ സമ്മതിക്കാത്തൊരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ വ്ളോഗ് ഫുൾ എൻ്റെ വോയിസ് ഓവറാണ്. അപ്പം നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് കേട്ടേ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ പല അപശബ്ദങ്ങളും നിങ്ങൾ കേട്ടെന്ന് വരാൻ കാര്യം ഞാനിത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഹോട്ടൽ റൂമിലാണ്. ഇവരെന്നെ നല്ല രീതിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ചെന്നൈ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ട്രിവാൻഡ്രം സെൻട്രലിൽ പോയി ചെന്നൈ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നതിന് ശേഷമുള്ള വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പല അപശബ്ദങ്ങളും കേൾക്കും. ഡിസ്ക്ലൈമറായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ ക്ഷമിക്കണമെന്ന്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് കിട്ടിയ വണ്ടിയിൽ ഞങ്ങളെ മൊത്തം ചാടിച്ച് കയറ്റി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് 3:30 ഫുഡും വാങ്ങിച്ച് തന്ന് 3:30 ആയിട്ട് അവിടെ എത്തിയപ്പോൾ. അതാണ് ഞാൻ 3:30 എടുത്ത് പറഞ്ഞത്. 5:15 തൽക്കാൽ ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. തൽക്കാലം നല്ല ട്രെയിനിൻ്റെ പേര്. ട്രെയിൻ ചെന്നൈ സെൻട്രൽ എന്നാണ്. തൽക്കാലം എന്നാണ് ഫോം ഫില്ല് ചെയ്തപ്പോൾ കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ വന്നിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞു തരും. ഇപ്പോൾ ഭയങ്കര അഹങ്കാരം കേട്ടോ. ചെന്ന് ചോദിച്ചപ്പോൾ ഒരു പുച്ഛഭാവം. പിന്നെ നമ്മളടുത്ത് പറഞ്ഞ് അനൗൺസ് ചെയ്യുമ്പോൾ കേൾക്കുമെന്നൊരു പോലീസുകാരൻ പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ഇരുന്നു. ആദ്യമേ ഞാൻ പറഞ്ഞ പ്ലാറ്റ്ഫോം നമ്പർ 3 അല്ല 5 ആണെന്ന്. കുറേ നേരം അവിടെ ഇരുന്നിട്ട് അവസാനം 5 കിടക്കണമെന്ന് അനൗൺസ് ചെയ്തപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറ്റിയും പറിച്ചു പോയി. ഒടുക്കാൻ ട്രെയിന് കിട്ടിയില്ലെങ്കിൽ വിവരം അറിയും. അതുകൊണ്ട് കിട്ടി. പിന്നെ എങ്ങനെയൊക്കെ കിട്ടി. ഞങ്ങൾ ട്രെയിനിൽ കയറി. യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ കയറിക്കഴിഞ്ഞ് ഇനി നാളെ ഏകദേശം 10:30 ആകുമ്പോഴേ അവിടെ എത്തുള്ളൂ. 5:15 കയറിയിട്ട് 10:30 ആവും തമിഴ്നാട് എത്താൻ. തമിഴ്നാട്ടിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുട്ടിക്കാലം മുതലേ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് തമിഴ്നാട്. സിനിമയായിരുന്നാലും പാട്ടായിരുന്നാലും ഈ തമിഴെന്ന് പറയുന്ന ആ ഒരു സംഭവത്തോട് എനിക്ക് ഭയങ്കര ഒരു ക്രേസായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിലേ എനിക്ക് ചെന്നൈ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ കെട്ടിയവൻ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ചെന്നൈ പോകുന്നത്. അപ്പോൾ ചെന്നൈ പോയിട്ട് അവിടെ മെറീന ബീച്ചും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേക്കും പോയി അവിടെ മൊത്തം കറങ്ങിയിട്ട് വന്നപ്പോൾ എനിക്ക് പിള്ളേരെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇക്കായും പോയ സമയത്ത് കുട്ടികളെ കൊണ്ടുപോകാത്തത് അന്ന് ലോക്ക്ഡൗണിൽ ചെറിയ ഇളവുകളൊക്കെ പ്രഖ്യാപിച്ച് ട്രെയിനും ഫ്ലൈറ്റൊക്കെ ഓടി തുടങ്ങിയ സമയത്താണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് അന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് ഈ കിടക്കണ കുരിപ്പ് ട്രെയിൻ പൊളിച്ചില്ല എന്നേ ഉള്ളൂ. ഞങ്ങളെ രണ്ടുപേരുടെയും പരിപ്പെടുത്തവൻ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളെ വാടക വീട്ടിൽ നമ്മുടെ താക്കോലിന് കീ ചെയിൻ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് 2 കീ ചെയിൻ മേടിച്ചു. ഒരു എന്നും ഒരു 6 എഴുതിയ കീ ചെയിനാണ് മേടിച്ചത്. പാത്തൂനും കുഞ്ഞൂനും ഓരോ റുബിക്സ് ക്യൂബിൻ്റെ കീ ചെയിനും വാങ്ങിക്കൊടുത്ത് 50 രൂപ അപ്പം തന്നെ അവൻ നഷ്ടം വരുത്തി തന്നു. അപ്പം തന്നെ പൊളിച്ചെടുക്കി കയ്യിൽ തന്ന് ഒരു റുബിക്സ് ക്യൂബ് നശിപ്പിച്ചിട്ട് തന്ന്. പിന്നെ ട്രെയിനിൽ നിന്ന് നമ്മൾ പൊതുവേ ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഗതികേട് കൊണ്ട് കഴിച്ചു പോണതാണ്. ചപ്പാത്തി മുട്ടക്കറിയാണ് വാങ്ങിച്ചത്. ചപ്പാത്തി എന്തായാലും ബെഡ്ഷീറ്റ് പോലെ ഉണ്ടായിരുന്നു. എടുത്തൊരാളെ മൂടാം. വലിപ്പമല്ല, ഭയങ്കര കട്ടിയായിരുന്നു. എക്സ്ട്രാ പല്ലൊക്കെ വെച്ച് ചവയ്ക്കേണ്ട ഒരവസ്ഥയായിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടേ ഞാൻ മുകളിൽ ബർത്തിലോട്ട് കയറിയിട്ടാം. അവൻ വാപ്പിയുടെ അടുത്തേ കിടക്കുള്ളൂ. പാത്തു സെൻറ്ററിൽ കിടന്നോളാന്ന് പറഞ്ഞു. നടുക്കുള്ള ബർത്തുണ്ടല്ലോ അവിടെ കിടന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുകളിൽ കയറി. എനിക്ക് പൊതുവേ ഹൈറ്റ് ഭയങ്കര ഫെയറാണ്. ഞാൻ മുകളിൽ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ പേടിയൊക്കെ തോന്നി. എങ്ങനെയെങ്കിലും ഒന്ന് താഴെ കിടന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ച് മുകളിൽ കയറി ഇരുന്നിട്ട് പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഈ വ്ളോഗ് എടുക്കുന്നവരുടെ തൊഴിൽ എന്താണ്, എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ മുകളിൽ ഇരുന്നുകൊണ്ട് എൻ്റെ പേടി പോകാൻ വേണ്ടി മറ്റേ വെട്ടൻ സിനിമയ്ക്കകത്തവൾ നാമം ചെല്ലും പോലെ ഞാൻ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നുണ്ട്. താഴെ ഇരുന്ന ആൾക്കാരെ മൊത്തം വീഡിയോ എടുത്ത്. അങ്ങനെ കുഞ്ഞുവിനെ ഉറക്കാൻ വേണ്ടി ഇരുത്തിയിട്ട് അതിൽ പരാജയപ്പെട്ടാണ് എൻ്റെ കെട്ടിയോനി ഇരിക്കുന്നത്. അവൻ ഒരു തരത്തിൽ ഉറങ്ങില്ല. അവന് നടുക്ക് കിടക്കണം, താഴെ കിടക്കണം, മുകളിൽ കിടക്കണം. 3 സ്ഥലത്തും കൂടെ ആയിട്ട് അവൻ കയറി ഇറങ്ങി ആ ട്രെയിന് മൊത്തം അലമ്പാക്കിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കെട്ടിയവൻ 2 ചവിട്ടും തൊഴിയൊക്കെ കിട്ടി. പിന്നെ പാവം അവിടെ ഇരുന്നത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. പിന്നെ ഞാൻ കയറി ബാത്റൂമിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ ചുരിദാറിൻ്റെ സൈഡെല്ലാം കൂടി ഒരഞ്ഞിട്ട് എൻ്റെ കൈ മൊത്തം ഒരഞ്ഞ് എൻ്റെ കൈക്കുഴിയെല്ലാം ഒരഞ്ഞിട്ട് പിന്നെ ബാത്റൂമിൽ കയറി ഞാൻ ടീഷർട്ടാക്കി. ടീഷർട്ട് ഇട്ടപ്പം നല്ല സുഖം ഉണ്ടായിരുന്നു ഗൈസ്, നല്ല സുഖം ഉണ്ടായിരുന്നു. ഈ കൂട്ടിക്കിടന്ന കിളിയെ കൂട് തുറന്നു വിട്ട അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് ആ ടീഷർട്ട് ഇട്ടപ്പം. പിന്നെ കുഞ്ഞ് ഒരു തരത്തിൽ ഒതുങ്ങാത്തത് കൊണ്ട് ഞാൻ താഴെ ഇറങ്ങി. ഞാനും കുഞ്ഞും കൂടെ താഴെയാണ് കിടന്നത്. പിന്നെ ഇക്ക മുകളിലോട്ട് കയറി. ഇതിൽ കയറി. പാത്തു 2ാമത്തെ ഇതിൽ കിടന്നു, 2ാമത്തെ ബർത്തിൽ കിടന്നു. കുഞ്ഞും ഞാനും താഴെ കിടന്നു. എൻ്റെ കെട്ടിയും മുകളിൽ കിടന്നു. ഇവൻ ഒരു തരത്തിൽ ഞങ്ങൾ ആരെയും ഉറങ്ങാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതിൽ യാത്രക്കാരെയും ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഇക്കാടത്ത് അത്രയും ബഹളം കാണിച്ച് അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു പൂച്ചക്കുട്ടിയായി. അവൻ വാപ്പിയുടെ അടുത്ത് മാത്രമേ അവൻ പുലിക്കുട്ടിയായിട്ട് നിൽക്കുള്ളൂ. എൻ്റെ അടുത്ത് വന്നപ്പോൾ മര്യാദയ്ക്ക് കിടന്നുറങ്ങി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു അമ്മയും 2 കുട്ടികളും ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരവിടെ ഇരുന്ന് എന്തൊക്കെയോ കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ ഞാനും കുറേ നേരം അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ മോളിൽ നിന്ന് ഒരു അശരീരി കേട്ടു. പോയി കിടന്ന് ഉറങ്ങടി എന്ന്. ഈ കിടക്കുന്ന സാധനം എന്നെ വിരട്ടിയതാണ്.
അങ്ങനെ ഞാൻ പിന്നെ പോയി കിടന്നുറങ്ങി. കിടക്കുന്നതിന് മുമ്പേ ഞാനൊരു വീഡിയോയും കൂടെ എടുത്തു കേട്ടോ. ബർത്തിൽ ഇങ്ങനെ 3 പേരും കിടക്കുന്നത്, പാത്തൂട്ടിയും മിക്കായും കുഞ്ഞും കിടക്കുന്നത് വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് നേരം സെൽഫായിട്ട് എന്നെയും കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് പിന്നെ കിടന്നുറങ്ങി. എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞ് മാനം മര്യാദയ്ക്ക് ബെഡ്ഷീറ്റ് എടുത്ത് വെക്കണം, രാത്രിയാകുമ്പോൾ തണുക്കുമെന്ന്. എനിക്ക് ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ അഹങ്കാരം ഉള്ളതുകൊണ്ട് ബെഡ്ഷീറ്റ് എടുത്തില്ല. ഞാൻ പറഞ്ഞു പിന്നെ ചെന്നൈ ഭയങ്കര ചൂടാണ്, നിങ്ങൾ എന്തിനു വർത്താനം പറയുന്നു മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് കയറി കൊടുത്ത് അവസാനം തണുത്ത് മുറണ്ട ഐസായി. അപ്പോൾ ഇത് ജോളാർപേട്ട എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് കേട്ടോ. എവിടെ എത്തി എന്തരായി എന്തൊരു കുന്തോന്നൊന്നും ഒന്നും അറിയാൻ വയ്യ. കാര്യം രാത്രിയായപ്പോൾ മൊത്തം ലൈറ്റും അണച്ച് വിൻഡോ എല്ലാം എല്ലാവരും അടച്ചിട്ടിട്ട് എല്ലാവരും കിടന്ന് ഉറക്കമായിരുന്നു. പിന്നെ കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് കോടമഞ്ഞ്. ഓഹോ താഴ്വരയിൽ ആ പാട്ടാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. മൊത്തം കോടമഞ്ഞായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ കുടിലുകളും സൺഷെയ്ഡ് ഇല്ലാത്ത വീടുകളും കാണാം. തമിഴ്നാട്ടിലെ വീടിൻ്റെ പ്രത്യേകതയാണല്ലോ, സൺഷെയ്ഡ് ഒന്നിനും പുറത്തുണ്ടാവില്ല. നമ്മളെ കേരളത്തിലെ വീട് പോലെ അല്ലല്ലോ. ഇവരെന്തിനാണ് ഇങ്ങനെ വീട് പണിയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ നേരം വെളുത്ത് എഴുന്നേറ്റ് ഒരു കോഫിയൊക്കെ മേടിച്ച് കുടിച്ച് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പം കുഞ്ഞുമാണെങ്കിൽ രാത്രി ഉറങ്ങാൻ ലേറ്റായി. രാവിലെ ഒരു തരത്തിൽ കണ്ണു ഉറക്കൂല. അവസാനം അപ്പുറത്തെ സീറ്റിലെ ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇക്ക അവനെ എടുത്ത് നെഞ്ചിൽ ചേർത്ത് കിടത്തി. പിന്നെ കുറേ നേരം ഇക്കാടെ നെഞ്ചിലിരുന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എഴുന്നേറ്റു. നമ്മളെല്ലാവരും എഴുന്നേറ്റ് സെൻട്രൽ സ്റ്റേഷൻ എത്തി. നമ്മൾ ഇറങ്ങി. ഇവിടെ നിന്ന് ഇനി നമ്മൾ പുറത്തോട്ടിറങ്ങി ഏതെങ്കിലും ഓട്ടോ വിളിച്ച് വേണം നമുക്ക് ഹോട്ടലിൽ പോകാം. ഹോട്ടൽ കണ്ടുപിടിക്കണം, അവിടെ സ്റ്റേ ചെയ്യണം. ഞങ്ങളെ പഴയ ബിസ്മി ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കണം. 3 വർഷം മുമ്പ് ഞങ്ങൾ വന്ന സ്ഥലത്ത് എല്ലാ മക്കളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ ഇക്ക വെക്കേഷന് വരുന്ന സമയത്ത് മാത്രമല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പം അടുത്ത മാസം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്, വേറെ എവിടെയും പോകത്തില്ല. അപ്പോൾ കിട്ടുന്ന സമയമൊക്കെ മാക്സിമം മുതലാക്കണമല്ലോ. പിന്നെ യാത്ര ചെയ്യുന്നത് നല്ല കാര്യമല്ലേ. നമ്മൾ ജീവിതത്തിൽ എല്ലാ ഭാരങ്ങളും പ്രാരാബ്ദങ്ങളും ഒന്നും നമ്മളെടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. സന്തോഷിക്കേണ്ട സമയത്ത് നമ്മൾ സന്തോഷിക്കണം. ഈ ചെന്നൈ ടൗണിലെത്തി ക്യാമറ ഓണാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇവർക്കൊക്കെ ശ്വാസം വിടാൻ നേരം ഉണ്ടാകുന്നു. എല്ലാം തിരക്കുള്ള ആൾക്കാർ, പരസ്പരം ആരും മുഖത്ത് പോലും നോക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പിടിച്ചു പോകണം. വണ്ടിയൊക്കെ ഇപ്പം മുട്ടും ഇപ്പം മുട്ടൂല, ഇപ്പം മുട്ടും ഇപ്പം മുട്ടൂല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പാസ് ചെയ്ത് പോണത്. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെന്നൈയിൽ വരുമ്പോഴൊക്കെ മൊത്തം എങ്ങനെയെങ്കിലും വിജയ് സേതുപതി ഒന്ന് കാണണം എന്നൊരാഗ്രഹമുണ്ട്. വിജയ് സേതുപതി എന്ന് പറയുന്ന നടനോടുള്ള ഇഷ്ടം കൂടിയതിന് ശേഷം എനിക്ക് ചെന്നൈയോടുള്ള ഭ്രാന്ത് വീണ്ടും കൂടി. ഇനി വിനീത് ശ്രീനിവാസൻ്റെ ബാധ കയറിയതാണോ വിജയ് സേതുപതിയോടുള്ള ഇഷ്ടം കൂടിയതാണോ ഒന്നും അറിഞ്ഞൂടെ. എന്തോ ചെന്നൈ കാണാൻ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തമിഴ്നാടിൻ്റെ പ്രത്യേകതയാണല്ലോ മുക്കിന് അമ്പലങ്ങൾ. അപ്പോൾ ഇഷ്ടംപോലെ അമ്പലങ്ങൾ കാണാൻ പറ്റും ഇവിടെ വന്നാൽ. ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും ഒരു ചെറിയ കോവിലെങ്കിലും കാണാം. ഇനി അടുത്ത നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അടുത്ത വർഷം ഇക്ക ഇനി പോയിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് കർണാടക ഹംപി കാണണമെന്നാണ്. അപ്പം ഞാനിപ്പോൾ ചെന്നൈയിലാണ് ഓട്ടോയിൽ ഇരിക്കുന്നതെങ്കിൽ എൻ്റെ മനസ്സ് മൊത്തം ഇനി അടുത്ത ഹംപി പോകണം എന്നുള്ള ചിന്തയാണ്. അത് കഴിഞ്ഞ് നമ്മൾ താജ്മഹലൊക്കെ കാണാൻ പോകണമെന്നുണ്ട്. പോവുമായിരിക്കും, ചിലപ്പോൾ പോവും. ഞാൻ ഒരു ചെറിയ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഫാനും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രകളൊക്കെ ചെയ്യാൻ. അപ്പോൾ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ പോകണം കേട്ടോ. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോകണം. കാര്യം നമുക്കൊന്നും നമ്മൾ നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോഴും നമ്മുടെ മനസ്സിന് നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ മാത്രമേ കാണുള്ളൂ. വേറൊരു തെണ്ടിയും നമ്മളെ സന്തോഷിപ്പിക്കാൻ വരില്ല. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇവിടെ ഉള്ള ഓട്ടോക്കാരുടെ പ്രത്യേകതയാണ്, മൊത്തം രജനീകാന്തിൻ്റെ പഴയ സിനിമാ പേരാണ് കേട്ടോ. അരുണാചലം, പടയപ്പ, ഇങ്ങനെയൊക്കെയാണ് ഓട്ടോക്കാരുടെ പേരുകൾ. ഈ ഫാൻസ് പ്രാന്ത് മൂത്തിട്ടാണ് ഇങ്ങനത്തെ പേരൊക്കെ ഇടുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഹോട്ടലിലെത്തി. പണ്ട് ഞങ്ങൾ വന്ന് ഭാഷ ഇതൊക്കെയാണ് പുറകെ നിന്ന് എനിക്ക് ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഹോട്ടലിലെത്തി. മുമ്പ് ഞാനും ഇക്കായും കൂടെ വന്ന NB പാലസ് തന്നെ, താജ് ഹോട്ടലും NB പാലസ്, ഇത് 2 മാനേജ്മെൻറ്റും ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. റൂം അത്യാവശ്യം കുഴപ്പമില്ല. ചെറിയൊരു ഹൈജീൻ്റെ കുറവുണ്ട്, ബാത്റൂമിൻ്റെ ഭാഗത്ത് മാത്രം. നമ്മൾ ശരിയാക്കി എടുത്തോളാം. കാണാൻ ഒരു പഴയ കെട്ടിടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മോനെ എവിടെ കൊണ്ടുപോയാലും ഒരു പുറതിയും തരില്ല. അവൻ അങ്ങനെ ഇങ്ങനെ തേരാപ്പാര നടന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കും. കുഞ്ഞല്ലേ, ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ, സഹിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ തന്തയും മോനും കൂടെ നടന്നു പോവുകയാണ് ഗൈസ്. നമ്മുടെ പഴയ ബിസ്മി ഹോട്ടൽ കണ്ടുപിടിക്കണം, ഞങ്ങൾക്ക് ഫുഡ് അടിക്കണം. അവിടുത്തെ ചെട്ടിനാട് ബിരിയാണി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ആ ഒരു രുചി ഇപ്പോഴും വായിക്കാത്തുണ്ട്. ഫസ്റ്റ് ടൈം വാരി വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും ആ രുചി നമ്മുടെ വായിൽ നിന്ന് പോവില്ല. അങ്ങനെ ഞങ്ങൾ ബിസ്മി ഹോട്ടലിലെത്തി. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, തമിഴ്നാട്ടിലൊരു 100 ബിസ്മി ഹോട്ടലുണ്ട്. ഇതാണോ ഇതാണോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. നമുക്ക് ചെന്നപ്പോഴത്തേക്കും ചിക്കൻ ബിരിയാണി കിട്ടിയില്ല, മുട്ട പുസ്ക എന്ന് പറയുന്നൊരു സാധനമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാനും പാത്തൂട്ടിയും പുസ്കയും കഴിച്ചു, ഇക്കായും കുഞ്ഞും ബീഫ് ബിരിയാണിയും കഴിച്ചു.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി കയറി കിടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗ് വൈൻഡപ്പാണ്. ഇതിൻ്റെ വൈൻഡപ്പ് ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ സമയമില്ല, ഞങ്ങൾക്ക് ഫുൾ റെസ്റ്റ് വേണം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെറീന ബീച്ച് കാണാൻ പോകുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മളിവിടെ വന്നത് മെറീന ബീച്ച് കാണാനാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ ബീച്ചാണല്ലോ. അപ്പം ഞാൻ ആ ബീച്ച് കാണുന്നത് എൻ്റെ 31ാമത്തെ വയസ്സിലാണ്. പക്ഷേ എൻ്റെ മക്കൾക്ക് അത് 7ഉം 13ഉം വയസ്സിൽ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പം നമ്മൾ മെറീന ബീച്ചിൽ പോയിട്ടാണെങ്കിൽ നമ്മൾ അടുത്ത ബാക്കി തകർപ്പ്. പാത്തൂട്ടി അറിഞ്ഞൂടാ, JCB കൊണ്ട് പൊക്കിയാലേ അവൾ ഇരിക്കുന്നിടത്തുനിന്ന് പൊങ്ങൂ. ഇനി ഞാൻ ഇക്കായും കൂടെ തൂക്കിയെടുത്തുകൊണ്ട് നടക്കേണ്ടി വരുമെന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് ഞങ്ങൾ പോകുന്ന സമയത്ത് ഇക്കാക്ക് ആക്സിഡൻറ്റ് പറ്റി കാല് വയ്യാതെ ഞൊണ്ടിയായിട്ടാണ് ഞങ്ങൾ പോയത്. ചെന്നൈയിൽ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഓർമ്മയും അതാണ്. ഇക്കയുടെ കാല് വയ്യാതെ ഞാൻ വീൽ ചെയറിലിരുത്തി ഉരുട്ടിക്കൊണ്ടാണ് ഫസ്റ്റ് ഞങ്ങൾ ചെന്നൈ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ റൂമിലെത്തി അവരിതാ അവരുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു നല്ലൊരു നീണ്ട റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം 5 മണിയാകുമ്പം ഞങ്ങളുടെ ബാക്കി തകർപ്പ് തുടങ്ങണം. അപ്പോൾ എൻ്റെ ചെന്നൈ വ്ളോഗ് ഏകദേശം ഒരു 3 എപ്പിസോഡായിട്ട് വരും. അപ്പോൾ എല്ലാവരും കാണണം. അപ്പം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.